എല്ലാവർക്കും നമസ്കാരം. 20-ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും അധികം വിസ്മയിപ്പിച്ച ഒരു സമൂഹമേതെന്ന ചോദ്യത്തിന് സംശയലേശമന്യേ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഇസ്രായേൽ. കഴിഞ്ഞ 60 വർഷത്തിലേറെയായി പലതവണ അവരത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ 3/4 വലിപ്പവും 1/3 ജനസംഖ്യയും മാത്രമുള്ള ഒരു തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളോ ധാതു പെട്രോളിയം നിക്ഷേപങ്ങളോ ഇല്ലാത്ത, ചുറ്റും പ്രബലരായ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് ഞെരുങ്ങിക്കഴിയുന്ന ഈ കുഞ്ഞൻ രാജ്യം അതിജീവനത്തിൻ്റെയും ധീരതയുടെയും മകുട ഉദാഹരണമാണ്. 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ അന്ത്യത്തോടെ ലോകത്ത് പല ഭാഗങ്ങളിലായി അവശേഷിച്ച ജൂത സമൂഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവരുടെ പിതൃഭൂമി എന്ന ആവശ്യം യാഥാർത്ഥ്യമാക്കാനുള്ള സമയമായെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ പലയിടത്ത് ചിതറിക്കിടന്ന ജൂതന്മാർ മധ്യപൂർവേഷ്യയിലേക്ക് വൻതോതിൽ കുടിയേറാൻ ആരംഭിച്ചു. പാലസ്തീൻ പ്രദേശത്തെ അറബികളിൽ നിന്ന് വലിയ ഭൂപ്രദേശങ്ങൾ അവർ വിലയ്ക്കു വാങ്ങി. പതിയെ ആ സമൂഹം അവിടെ ശക്തി പ്രാപിച്ചു. യൂറോപ്പിലും അമേരിക്കയിലും മറ്റുമുള്ള അതിസമ്പന്നരായ ജൂതർ ഇതിനുവേണ്ടി വലിയ തോതിൽ പണമിറക്കിയിട്ടുണ്ട്. തങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി അറബികൾ തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും ജൂതർ അവിടെ വലിയൊരു ജനസമൂഹമായി മാറിക്കഴിഞ്ഞിരുന്നു. അപകടം മണത്ത അറബ് രാജ്യങ്ങൾ ജൂതർക്ക് മേൽ സംഘടിതമായ യുദ്ധം അഴിച്ചുവിട്ടു. സ്വന്തമായി വലിയൊരു സൈന്യമോ ആയുധബലമോ ഒരു രാജ്യമെന്ന നിലയിൽ കെട്ടുറപ്പോ തുടങ്ങാത്ത ജൂതർക്ക് അധികം പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലായനം ചെയ്തുകൊള്ളുമെന്നായിരുന്നു അറബികളുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഇനിയൊരു കൂട്ടക്കൊല നേരിടാൻ തയ്യാറല്ലാതിരുന്ന ജൂത സമൂഹം ധീരമായി പോരാടിയതാണ് പിന്നീട് കണ്ടത്. കുടിയേറ്റത്തിനിടയിൽ യൂറോപ്പിലെ ആയുധ കരിഞ്ചന്തകളിൽ നിന്ന് അവർ വൻതോതിൽ ആയുധ സംഭരണം നടത്തിയിരുന്നു എന്നത് ഈ അറബികൾ ആരും അറിഞ്ഞില്ല. ഒടുവിൽ ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ നല്ലൊരു ശതമാനം അറബി ഭൂമി ജൂതന്മാർ സ്വന്തമാക്കിയിരുന്നു. അറബികളെ വെസ്റ്റ് ബാങ്കിലേക്ക് അവർ തുരത്തുകയും ചെയ്തു. 10 മാസം നീണ്ടുനിന്ന ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധത്തിനൊടുവിൽ 1948 മെയ് 14 ഡേവിഡ് ബെൻഗുരിയൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയായി. ആധുനിക ഇസ്രായേൽ അങ്ങനെയാണ് പിറന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട പ്രവാസവും പൂർവികരുടെ മേൽ നടപ്പാക്കിയ അതിഭീകരമായ കൂട്ടക്കൊലകളും ജൂത സമൂഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു പ്രതികാരവാജ്ഞയും അതിജീവന ത്വരയും നിറച്ചിരുന്നു. ഇനിയൊരു ഹോളോകോസ്റ്റിന് തങ്ങളെ കിട്ടില്ല എന്ന സന്ദേശം ആദ്യം മുതൽ തന്നെ അവർ നൽകിയിരുന്നു. തലമുറകളായി പ്രഖ്യാപിത ശത്രുക്കളായി ജൂതർക്ക് തങ്ങളുടെ മൂക്കിന് കീഴിൽ സ്വന്തം രാഷ്ട്രമുണ്ടാകുക എന്നത് എന്നത്തെയും പോലെ അറബ് രാജ്യങ്ങൾക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. പ്രസിദ്ധമായ 6 ദിവസത്തെ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കുന്നത്. 1967 ആയപ്പോഴേക്കും ഇസ്രായേൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മധ്യപൂർവേഷ്യയിലെ നിർണായക ശക്തിയായി കഴിഞ്ഞിരുന്നു. ഇസ്രായേലിനെ ഇനിയും വളരാൻ വിട്ടാൽ ശരിയാകില്ല എന്ന തീരുമാനത്തിലെത്താൻ പ്രമുഖ അറബ് രാജ്യങ്ങൾക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അതിനിടയിൽ ലെബനോൻ അതിർത്തിയിൽ ഇസ്രായേൽ വൻ സൈനിക സന്നാഹം നടത്തുന്നതായി സോവിയറ്റ് യൂണിയൻ അറബ് രാജ്യങ്ങളെ അറിയിച്ചു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദ്രുതഗതിയിൽ സൈനിക സഖ്യങ്ങൾ രൂപപ്പെടുകയുണ്ടായി. അറബ് വൻശക്തിയായ നാസറിന്റെ ഈജിപ്റ്റ് നയിച്ച സഖ്യത്തിൽ ജോർദാൻ, സിറിയ എന്നിവർ പ്രധാന പങ്കാളികളായി. ജോർദാൻ സൈന്യത്തോടൊപ്പം ഇറാഖി കരസേന കൂടി ചേർന്നതോടെ 4 വശത്തു നിന്നും ഇസ്രായേൽ വളയപ്പെട്ടു. അൾജീരിയ, ലിബിയ, മൊറോക്കോ, പാകിസ്ഥാൻ, സുഡാൻ, ടുണീഷ്യ, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉൾപ്പെടെ മൊത്തം 12 രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെയുള്ള സഖ്യത്തിൽ പങ്കുചേരുകയുണ്ടായി. ജൂതരാജ്യത്തെ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുമെന്ന് നാസർ പ്രഖ്യാപിച്ചു. അവരുടെ ആത്മവിശ്വാസം അത്രയേറെ വലുതായിരുന്നു. ഇസ്രായേലിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞെന്ന് ചിന്തിക്കാത്ത ഒരു കുട്ടി പോലും അന്ന് ലോകത്തുണ്ടായിരുന്നില്ല.
എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങുമായി ഇസ്രായേലും മുൻപോട്ട് പോയി. സഖ്യസേനയുടെ സൈനിക ശക്തി നമുക്കൊന്ന് പരിശോധിച്ചാൽ ഈജിപ്റ്റ് 2,40,000 സൈനികരും സിറിയ, ജോർദാൻ, ഇറാഖും ചേർന്ന 3,07,000 സൈനികരുമായിരുന്നു. 957 യുദ്ധവിമാനങ്ങളും 2,504 ടാങ്കുകളും. അങ്ങനെ മൊത്തം സൈനികരുടെ എണ്ണം 5,47,000 ആയിരുന്നു. അതിൽ 2,40,000 സൈനികരെയാണ് അവർ വിന്യസിച്ചത്. ഇസ്രായേലിന്റെ സൈനിക ശക്തി അത്ര വലുതൊന്നുമായിരുന്നില്ല. 50,000 സൈനികർ, 2,14,000 റിസർവ് സൈനികർ, 300 യുദ്ധവിമാനങ്ങൾ, 800 ടാങ്കുകൾ. അങ്ങനെ മൊത്തം സൈനികർ 2,64,000 മാത്രം. അതിൽ 1,00,000 സൈനികരെ വിന്യസിപ്പിക്കുകയും ചെയ്തു. അതിനിടയിലുണ്ടായ രസകരമായൊരു സംഭവം, ബീച്ചുകളിൽ ഉല്ലസിക്കുന്ന ഇസ്രായേൽ പട്ടാളക്കാരുടെ ചിത്രങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. തങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന കൊടിയ വിപത്തിനെക്കുറിച്ച് അവർ അജ്ഞരാണ് എന്ന ഒരു സന്ദേശം ഇതിലൂടെ അറബ് സൈനിക വൃത്തങ്ങളിൽ പ്രചരിച്ചത് അറബികളുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുകയുണ്ടായി. പക്ഷേ അത് മൊസാദ് നടത്തിയ വലിയൊരു നീക്കമായിരുന്നു. ഈ സമയത്ത് ശത്രു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ ദുർബലമായ തങ്ങളുടെ വ്യോമസേനയുമായി ഇസ്രായേൽ കഠിന പരിശീലനത്തിലായിരുന്നു. ജൂൺ 5 എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ ഈജിപ്തിന്റെ വിമാനത്താവളങ്ങൾ ആക്രമിച്ചു. വളരെ സവിശേഷമായ ഒരു തന്ത്രമാണ് അവർ പ്രയോഗിച്ചത്. തങ്ങളുടെ വിമാനങ്ങളെ പല വ്യൂഹങ്ങളായി തിരിച്ച് തുടർച്ചയായി ആക്രമിക്കുക. ഒരു വ്യൂഹം ആക്രമിച്ച് തിരിച്ചു വരുമ്പോഴേക്കും അടുത്ത വ്യൂഹം ആക്രമണം തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോഴേക്കും ആദ്യം മടങ്ങി വന്ന സംഘം വീണ്ടും ഇന്ധനവും ആയുധങ്ങളും നിറച്ച് അടുത്ത ആക്രമണത്തിന് തയ്യാറെടുക്കും. അങ്ങനെ തുടർച്ചയായ വ്യോമാക്രമണങ്ങളുടെ തിരമാല തന്നെ അവർ തീർക്കുകയുണ്ടായി. ഈജിപ്തിന്റെ ആകാശം മുഴുവൻ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ കൊണ്ട് സംഹാര താണ്ഡവമാടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 2 ദിവസം കൊണ്ട് തങ്ങളുടെ 3 ഇരട്ടി വലിപ്പം വരുന്ന ഈജിപ്റ്റ് വ്യോമസേനയുടെ 700-ൽ പരം വിമാനങ്ങളും റഡാർ സ്റ്റേഷനുകളും ഈജിപ്തിന്റെ മുഴുവൻ വിമാനത്താവളങ്ങളും അവയുടെ റൺവേകളും ഇസ്രായേൽ വ്യോമസേന ചുട്ടുകരിച്ചു. ഈജിപ്തിന്റെ ഒരു വിമാനത്തിന് പോലും പിന്നീട് അവിടെ നിന്ന് പറന്നുയരാൻ സാധിച്ചില്ല. റൺവേകൾ താറുമാറാവുകയും വിമാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തതോടെ സീനായ് മരുഭൂമിയിൽ തമ്പടിച്ചിരുന്ന ഈജിപ്റ്റ് കരസേനയ്ക്കുള്ള സപ്ലൈ മുറിഞ്ഞു. ആ അവസരത്തിൽ ആക്രമിച്ചു കയറിയ ജൂതസൈന്യത്തിന് മുമ്പിൽ ചിതറിയോടിയ ഈജിപ്റ്റ് പട്ടാളത്തെ ഇസ്രായേൽ സേന വളഞ്ഞിട്ട് കശാപ്പ് ചെയ്തു. യുദ്ധത്തിന്റെ 3-4 ദിവസത്തിൽ തന്നെ സീനായ് മരുഭൂമി പിടിച്ചെടുത്ത് ഇസ്രായേൽ കരസേന സൂയസ് കനാൽ വരെ എത്തി. ജൂതരാജ്യത്തെ തുടച്ചു നീക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ ഈജിപ്തിന്റെ പതനം അതോടെ പൂർത്തിയായി. മിന്നൽ വേഗത്തിൽ ഈജിപ്തിന്റെ ചിറകരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് അതേ രീതിയിൽ സിറിയൻ സൈന്യത്തെയും കീഴടക്കി ഗൊലാൻ കുന്നുകളും ഗാസ മുനമ്പും ഇസ്രായേൽ പിടിച്ചെടുത്തു. ആ സമയം ജോർദാൻ അതിർത്തിയിൽ ഭീകരമായ കരയുദ്ധവും ആരംഭിച്ചു. കനത്ത യുദ്ധത്തിനും ആൾനാശത്തിനും ഒടുവിൽ ജൂൺ 10 ജോർദാൻ ഇറാഖ് സംയുക്ത സൈന്യത്തെ ജോർദാൻ നദിക്ക് കിഴക്കോട്ട് തുരത്തുകയും ഇസ്രായേൽ സേന ജെറുസലേമിൽ പ്രവേശിക്കുകയും ചെയ്തു. സഹസ്രാബ്ദങ്ങളായി തങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട വിശുദ്ധ നഗരത്തിൽ വിജയക്കൊടി നാട്ടിയ ഇസ്രായേൽ സേന വിലാപമുതലിൽ തലചേർത്ത് പൊട്ടിക്കരഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിൽ 6-ാം ദിവസം യുദ്ധം അവസാനിക്കുമ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്നതിലേറെ 3 ഇരട്ടി ഭൂമി ഇസ്രായേലിന്റെ സ്വന്തമായി. അറബ് സംയുക്ത സൈന്യത്തിന് 35,000-ഓളം സൈനികരെ നഷ്ടപ്പെട്ടപ്പോൾ ഇസ്രായേലിന്റെ നഷ്ടം വെറും 900. ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് 46-ഓളം വിമാനങ്ങൾ. അവർ തകർത്തതാകട്ടെ സംയുക്ത സേനയുടെ 500-ഓളം യുദ്ധവിമാനങ്ങൾ. ഏതാനും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിസാഹസത്തിന് മുതിർന്ന ഈജിപ്റ്റ് ഒരിക്കൽ കൂടി ജൂതരാഷ്ട്രത്തിന്റെ പോരാട്ട വീര്യത്തിന് മുമ്പിൽ പരാജിതരായി യോം കിപ്പൂർ യുദ്ധത്തിൽ.
ഇസ്രായേലിന്റെ അസ്തിത്വം അംഗീകരിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ ഈജിപ്തും ജോർദാനും പിന്നീട് ജൂതരാഷ്ട്രവുമായി സന്ധി ചെയ്യുകയുണ്ടായി. പിടിച്ചെടുത്ത സീനായ് മരുഭൂമിയും ഈജിപ്തിനും ജോർദാൻ നദിയുടെ കിഴക്കൻ തീരങ്ങളും ഇസ്രായേൽ ജോർദാനും വിട്ടുകൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അന്നത്തെ യുദ്ധനായകനായിരുന്ന ഇസഹാക്ക് റബീൻ പിന്നീട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായി. ഓസ്ലോയിൽ വെച്ച് പാലസ്തീൻ നേതാവ് യാസർ അറാഫത്തുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ച് തുടർന്ന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വരെ അദ്ദേഹത്തെ തേടിയെത്തിയത് ചരിത്രത്തിന്റെ മറ്റൊരു നിയോഗമെന്ന് പറയാം. പാലസ്തീനികളുമായി സന്ധി ചെയ്യാൻ ഒരുമ്പെട്ട റബീൻ ഒരു ജൂതപ്പൗരന്റെ തന്നെ തോക്കിനിരയായത് വിധിയുടെ മറ്റൊരു ക്രൂരമായ തമാശ. ഇന്ന് ഇസ്രായേലിന്റെ 6 ദിവസത്തെ യുദ്ധം ലോകത്തിലെ എല്ലാ പട്ടാളവും വിശകലനം ചെയ്യുന്ന വലിയൊരു റഫറൻസ് ആണ്. പ്ലാനിങ്, ഇന്റലിജൻസ്, വേഗത, മനോഭാവം ഇതെല്ലാം കൂടി ചേർന്ന ഒരു സൈനിക വിസ്മയമായിരുന്നു ആ 6 ദിവസങ്ങളിൽ ലോകം കണ്ടത്. കഠിനാധ്വാനവും ബുദ്ധിശക്തിയും സമർപ്പണവും ഒത്തുചേർന്ന ഒരു സമൂഹത്തിന് ഒരു വെല്ലുവിളിയും പ്രശ്നമല്ല എന്ന് തെളിയിച്ച മറ്റൊരു ഉദാഹരണം. ആ അർത്ഥത്തിൽ മനുഷ്യരാശിക്ക് മുഴുവനുമുള്ള പാഠപുസ്തകമാണ് ഇസ്രായേൽ ലോകത്തിന് നൽകിയത്.